Hey guys, welcome back to my YouTube channel. അപ്പോൾ രാവിലെ എണീറ്റ് റെഡി ആയിട്ട് നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ രാത്രി ഗ്യാസ് തീർന്നു ഗൈസ്. ഇന്നലെ നമ്മൾ എറണാകുളത്തൊക്കെ പോയി വന്നിട്ട് പരിപ്പും ചപ്പാത്തിയൊക്കെ ആയിട്ടാണ് വന്നത് ഫുഡൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പരിപ്പ് വെള്ളത്തിലിട്ട് കുക്കറിലിട്ട് അപ്പൊ തന്നെ ഗ്യാസ് തീർന്നു. ഇന്നലെ നമ്മൾ രാത്രി പുറത്തുനിന്നാ ഫുഡ് മേടിച്ചിട്ട് ഇപ്പൊ തൊട്ടാണെങ്കിൽ അപ്പൊ രാവിലെ 7 മണിക്കേ എണീക്കും. അപ്പൊ 7 മണിക്കേ വിശപ്പെടും. അപ്പൊ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കൊടുക്കലാണ് പതിവ്. ഗ്യാസ് ഇല്ലാത്ത കൊണ്ട് പെന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് അനീഷ്കാന്റെ കടയിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റിയതാണ്. ഇവിടെ തന്നെ ഒരു കടയുണ്ട്, കുറച്ചങ്ങോട്ട് പോയാൽ മതി. അപ്പൊ എന്നെ വിളിച്ച് എണീപ്പിച്ച് വാന്ന് പറഞ്ഞിട്ട് പൈറ ബേബി എണീറ്റ് കിടക്കണേണ്. റൂ ബേബി നല്ല ഉറക്കമാണ്. ഇപ്പൊ തന്നെ അനു കിടക്കുന്നുണ്ട്. അപ്പൊ റൂ ബേബിനെ ഇടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് പോയിട്ട് മേടിച്ചിട്ടേ ഐറ ബേബി ഇപ്പൊ തൊട്ട് നമ്മൾ എണീക്കുമ്പോ രാവിലെ അപ്പു എണീക്കുമ്പോ 7 മണിക്ക് തന്നെ ഐറ ബേബി എണീക്കും സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഫുഡ് മേടിച്ചിട്ട് വെച്ചേ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്ന് അപ്പൊ രാവിലെ 7 മണിക്കേ ഫുഡ് കഴിക്കണം. എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ല ഓംലേറ്റ് ബുൾസൈ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ നമ്മ വന്നപ്പോഴും റൂബേബി എണീച്ചിട്ടൊന്നുമില്ല, നല്ല ഉറക്കമാണ്. റൂബേബി ചെറുതായിട്ട് കരച്ചിൽ തുടങ്ങുന്നുണ്ട്. അപ്പൊ പൊറോട്ട അപ്പൊ പൊറോട്ട ഇടിയപ്പം പിന്നെ അപ്പുക്ക് ബീഫ് ചാപ്സ് ബീഫ് റോസ്റ്റ് പിന്നെ റൂബേബിക്ക് സ്നാക്ക്. ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ പാടാണല്ലേ, എക്സ്പെൻസ് ആണ്. പുറത്തുനിന്ന് എപ്പോഴും നമ്മ ഒരു ദിവസം ഒരു പ്രാവശ്യം വാങ്ങും. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ രാവിലെ വെച്ചിട്ട് നമ്മ ഈ ഫസ്റ്റ് വീട്ടിൽ വന്നപ്പോ ഗ്യാസ് ഉണ്ടായില്ല. നമ്മൊരു 3-4 ദിവസം പുറത്തുനിന്ന് അറിഞ്ഞില്ലേ ഇവിടെ വീട്ടിൽ മാറിയിട്ട് പിന്നെ ഇങ്ങനെ ഗ്യാസ് എടുത്താൽ മതി. ഇന്നലെ രാത്രി രാവിലെ അപ്പൊ എന്തായി നമ്മളാ കടയുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇന്ന് സൺഡേ ആണ്. നമ്മ 2 ദിവസം മുമ്പ് ഫ്രൈഡേ ജുമ അങ്ങനെട്ട് ഇടാന്ന് പറഞ്ഞ പ്ലാൻ ആയിട്ടില്ല. ഇപ്പൊ ഗ്യാസാരം വിളിച്ചു പറഞ്ഞിട്ട് ഇന്നലെ ഗ്യാസാരം വന്ന് കടയിലോട്ടുള്ള കടയിലെ കുറ്റി വെച്ചിട്ടാണ് ഇത്രയും ദിവസം പിന്നെ ഓടിച്ചു കടയിലത്തെ കുറ്റി കുറച്ചുണ്ടായി ഗ്യാസ്. അത് വെച്ചിട്ടാണ് നമ്മൾ 2 ദിവസം നമുക്ക് സ്വന്തമായിട്ട് കുറ്റിയായില്ല ഗ്യാസ്. ഉമ്മയാണ് നമുക്ക് ഫസ്റ്റ് തന്നോണ്ടിരുന്ന വെച്ചാൽ ഉമ്മക്ക് 2 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ 1 എണ്ണം നമുക്കൊന്നുണ്ട്. അങ്ങനെ റൊട്ടേഷൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന വെച്ചാ ഇപ്പൊ ഉമ്മിക്കിപ്പൊ വേറെ ആൾക്കാരെ മേടിച്ചിട്ട് ഉമ്മിക്കിപ്പൊ ഗ്യാസ് ഇല്ലാണ്ട് ഗ്യാസ് കുറ്റിയില്ലാണ്ടിരിക്കണം. ഇപ്പൊ ഇത് ഉമ്മിക്ക് അതൊരു ഇച്ചിരി ഉണ്ടായതാണ് ഇപ്പൊ വീട്ടില് വെച്ചത്. പിന്നെന്താ പിന്നെ കൊറേ പേര് ചോദിക്കാണ് ടീ ഷോപ്പ് ഉണ്ടാവില്ല എന്താണ് അപ്പൊ അതില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട വന്നു. ഇപ്പൊ നമുക്ക് കുറച്ച് നാളായാലും 2-3 ആഴ്ച ആയി അത് എന്താന്ന് പറയോ അവിടെ ബ്ലോക്ക് ആവുന്നുണ്ട്. ഈ പാലത്തിന്റെ ഇപ്പുറത്തില്ലാണ്ടിരുന്ന അപ്പൊ അവിടെ 24 hours മാത്രമല്ല. അപ്പൊ ഞങ്ങളെ കടയിലുണ്ട് ആൾക്കാർക്ക് തിരക്കാറും അവിടെ വന്ന ആൾക്കാരുടെ വണ്ടി പാർക്ക് ചെയ്യാൻ പ്രശ്നമൊക്കെ ആക്കി പോലീസുകാരൊക്കെ വന്ന് പിന്നെ അവര് 2 പ്രാവശ്യം വന്ന് പറഞ്ഞിട്ട് പോയി മാറ്റം നോക്കാം. പിന്നെ എല്ലാവരും അവര് പാലം വന്നെന്ന് പറഞ്ഞു, ഹൈവേ തന്നെയെന്ന് പറഞ്ഞു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എല്ലാവരും വന്നത് JCBക്ക് തോണ്ടി. മിക്കവരും തോണ്ടിയില്ല, നമ്മളവിടെ തോണ്ടിയ ശരിക്കും JCB. അപ്പൊ ഇങ്ങനെ പറയാനുണ്ട് എന്ത് അല്ല അതാണ് അപ്പൊ എല്ലാരും ചോദിച്ചപ്പോ എന്താ ക്ലോസ് എന്നൊരു ടീ ഷോപ്പ് ഉണ്ടല്ലോ അപ്പൊ അതെന്തേന്ന് ചോദിച്ചു. ഞാന് ഇപ്പൊ 7-8 മണി ആവാറായിട്ടുള്ളൂ. ഞാൻ വന്നിപ്പോ പറഞ്ഞിട്ടില്ല മുഖോക്കണ്ട. അപ്പൊ രാവിലെ എണീക്കും. 10 മണിക്ക് പിന്നെ കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 12 മണിക്ക് എണീക്കും. പിന്നെ ഒരു 2 മണിക്ക് ചോറ് കഴിച്ചിട്ട് അപ്പൊ ഒരു 3-4 മണിക്ക് എണീക്കും. ഇതാണ് അപ്പുന്റെ റൂട്ടീൻ അല്ലേ. എനിക്ക് കൂടുതലായിട്ടാണ് പകലപ്പൊ എനിക്ക് ഒരിതില്ല. രാത്രിയായിട്ട് ഏറ്റവും കൂടുതൽ കടയിൽ ടൈമൊക്കെ പകൽ എനിക്കൊരിതില്ല. പകൽ എനിക്ക് ഉറങ്ങി തീർക്കണം. അതേ പോയി വീട്ടിൽ തന്നെ ഉള്ള എല്ലാവരും ചോദിക്കൂലേ ഇവനെന്താ വർക്കൊന്നും ഇല്ലേ ഇവനോടെ പോണില്ലേ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് ആയിട്ട് മിക്ക പോയി പോയിട്ട് ഇപ്പൊ കുറച്ചാളായിട്ടാണ് ഷിഫ്റ്റ് പോകാത്ത. അങ്ങനെ
ഫുള്ളായിട്ട് അവിടെ ഇടക്ക് പിന്നെ വരും. ഒരു സ്പെയർ കീ ഉണ്ടാവും എൻ്റെ കയ്യിൽ, ഒരു സ്പെയർ കീ അവിടെ ഉണ്ടാവും. അപ്പൊ അത് വെച്ച് തുറക്കും, ഞാൻ കയറും. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോ ഞാൻ പുറത്തുനിന്ന് കൂട്ടും, എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾ അകത്തുനിന്ന് തുറക്കും. അങ്ങനെയായിരുന്നു. ഞാൻ മാറുണ്ടാവില്ല, പിന്നെ പേടിക്കേണ്ട ആവശ്യം ഇവിടെ തന്നെയാണ് വിളിച്ചാരാ മറ്റേ ദൂരത്തിലുണ്ടെന്നോ. അപ്പൊ ഇന്നാണ് മറ്റന്നാളാ എങ്ങനെയാന്ന് അറിയില്ല. ഇന്നാ നാളെയോ മറ്റന്നാളാ എന്താന്ന് അറിഞ്ഞടാ, എങ്ങനെയാന്ന് അറിഞ്ഞടാ, എപ്പൊ തുറക്കൂന്നെ നമുക്ക് തന്നെ ഒരു ഇതില്ല. എല്ലാവരുടെ ആയാലും ഞാൻ തുറക്കാണല്ലേ, പക്ഷെ ചെറിയ സാധ്യത സമ്മർദ്ദം ഓരോരോ പ്രശ്നം, ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ആ പ്രശ്നം കഴിയുമ്പോൾ അടുത്തടുത്ത പ്രശ്നം. ഇനി നമുക്ക് ഇടുമ്പിനി എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് അതൊക്കറിയാം. എല്ലാവർക്കും പ്രശ്നങ്ങളാണോ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ, എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ടൈറ ബേബിനെ നോക്കട്ടെ. പിന്നെ അപ്പു തന്നെ പൊട്ടിച്ചിട്ട് റൂവാപ്പിക്ക് കൊടുത്ത് നമ്മ കൊണ്ടുവന്ന പർച്ചേസ് ചെയ്ത സാധനങ്ങൾ അപ്പൊ അതൊക്കെ പൊട്ടിച്ചു കൊടുത്ത് ഞാൻ തുടങ്ങിയിട്ടില്ല കടാണ്ട് അതിന്ന് ഇപ്പൊ തന്നെ പൊട്ടിച്ചു കൊടുക്കും. കടയിൽ ഇട്ടിട്ട് കഴിക്കണ കുഴപ്പമില്ല, നമ്മ കടയിൽ ഇടണതിന് മുമ്പ് അതിനെടുത്ത് കഴിക്കണം, അത് ഇതുണ്ടാവൂല. അങ്ങനെയൊക്കെയാണ്. അപ്പൊ കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കട്ടെ. അതായത് നമുക്ക് എനിക്ക് ഉറക്കം കുറവാണ്. രാവിലെ എണീച്ചാ പിന്നെ ഉറക്കൂല. അപ്പൊ അവിടെ ഉറങ്ങുമ്പോ ഞാൻ അവിടെ ഫോണിലൊക്കെ വെച്ച് വീട്ടിലെ പണി നടക്കെടുത്തു. ഞാൻ പിന്നെ ഒന്നും പറയില്ല. എന്ത് അറിയില്ല, പാവല്ലേ. ഇന്നലെ ഒരു ഇഞ്ചക്ഷൻ മേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇല്ല, അപ്പൊ അതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല. പിന്നെ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഗ്യാസ് ഇല്ല. അത് മേടിക്കണേ നല്ലത്. നമ്മപ്പ എറണാകുളത്ത് നോക്കി, പക്ഷെ അതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല. സർവീസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. സംഭവം തന്നാ നമുക്ക് അത് സിലിണ്ടർ ഇല്ല. അപ്പൊ നമ്മിങ്ങനെ തീരുന്ന അതിന് വേണ്ടിട്ട് തന്നെ അപ്പൊ പിള്ളേർക്ക് എന്താ രാവിലെ പാലുണ്ടാക്കാനും ഗ്യാസ് ഇല്ലാണ്ട് പറ്റൂല നമുക്ക്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ നോക്കണമെങ്കിലും വേണം. പിന്നെ എന്റെ അളിയൻ പറഞ്ഞു, ഈ വാടകരാറ് ഉമ്മാന്റെ വീട്ടിലെ വാടകരാറില്ലേ, അത് വെച്ചിട്ട് റെഡിയാക്കാൻ പറഞ്ഞു. എന്റെ വീട്ടിലെ വാടകരാറ് ഉമ്മാന്റെ പേരിൽ നിന്ന് റംസിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് ഒരു പുതിയ റേഷൻ കാർഡാക്കിയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എടുക്കാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അന്ന് ആലോചിക്കേണ്ടത്. ഇന്നലെ നാളെ ഇന്ന് ഞായറാഴ്ച അക്ഷയം ഇതൊന്നുമില്ല. നമുക്ക് നോക്കാല്ലേ. ചിലപ്പോ ഇഞ്ചക്ഷൻ കുക്കറായിരിക്കും. ഇഞ്ചക്ഷൻ കുക്കർ പിന്നെ കറണ്ട് ബിൽ ഇപ്രാവശ്യം രണ്ട് നമുക്കെന്ന് വെച്ചാ ഇതാണ് കൂടുതലല്ലേ. ഇതാണ് കൂടുതൽ നമുക്ക്. ഇത് വന്നിട്ട് 2 മാസത്തെ ഉണ്ടാ 2700 സംതിങ്. ചിലവരുടെ ഒക്കെ കൂടുതലായിരുന്നു നമുക്ക്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കറണ്ട് ബില്ല്. എനിക്കൊരു അടിപൊളി ബില്ല് വന്നിട്ടില്ലേ, 13,000. അപ്പൊക്ക് ശ്രദ്ധയില്ല. അപ്പൊ ബാത്റൂമിലായാലും ലൈറ്റ് ഓൺ ആക്കിയിട്ട് റൂമിലായാലും ഫാനും ലൈറ്റ് ഒക്കെ ഓൺ ആക്കിയിട്ട് അങ്ങോട്ട് പോയി AC. ഞാൻ പുറത്തോടെ AC ഓൺ ആക്കിട്ടിട്ട് ഞാൻ വാല് വന്നപ്പോ ഭയങ്കര കൂള്. ഹോളിലൊക്കെ നോക്കിയപ്പോ എന്താണ് റൂമില് AC ഇട്ടിട്ട് വാലൊക്കെ തുറന്നിട്ടിട്ട് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും. കുടുംബശ്രീ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെ കഴിച്ചിങ്ങനെ പറഞ്ഞോണ്ട് കൊറേ ഉണ്ട് പറയാൻ. റൂബേബി എണീച്ചിട്ടുണ്ട്. അപ്പത്തേക്കും ഗ്യാസ് വന്നിട്ടുണ്ട്. ആ ചേട്ടൻ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ വന്നോ എന്തിന് ഏത് പുല്ല് കടച്ചിടക്കണേ ഗ്യാസ് ഇവിടെ താഴത്തായിരുന്നു.
വാപ്പയ്ക്ക് ഡ്രസ്സ് ഇല്ലാണ്ട് കൊണ്ടുപോകണാണ് താഴത്തോട്ട്. അല്ലേ നമ്മുടെ ആഗ്യാസ് എന്താ ഡീൽട്ടവല്ല. ഇപ്പുറത്ത് കൂടെ കാലി കൊത്തോട്ട് ചെയ്തരാ. ഗ്യാസ് ഇവിടെ വെച്ചാലേ നമുക്ക് പാലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അങ്ങനെ വീട്ടില് കുറച്ച് പണികളൊക്കെ ഒതുക്കിയാ വെച്ചാലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ്. റുവാപ്പിക്ക് ഇന്നുള്ളതോട് ചെറുതായിട്ടൊന്നും വയ്യാത്ത പോലെയൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊരു പനിയുടെ ലക്ഷണം, പിന്നെ ഇന്നത്തോട്ട് ആളൊരു മൂടോട്ടൊക്കെ പോലെ. അപ്പൊ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ച് നമ്മ ഇറങ്ങനെയാണ്. ഇപ്പൊ രാവിലെ എണീച്ചപ്പോ ഒന്നും കൂടെ ചെറുതായിട്ടൊരു കൂടുതൽ. നമ്മ ഡോക്ടറെ എന്തായാലും കാണിക്കാന്ന് വിചാരിച്ച്. നാളേക്ക് ഇനി കടയൊക്കെ തുടങ്ങിയാൽ പോവാൻ പറ്റൂല. അപ്പോ അരാപ്പൂന്റെ കയ്യിലുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും നമ്മ നാളെ ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ച്. അപ്പൊ അങ്ങോട്ട് ഇപ്പൊ പോണേണ്. ഗേറ്റ് തുറക്കട്ടെ. ഹലോ കിറ്റി, ഹലോ കിറ്റി, ഹലോ കിറ്റി. മുടി വെട്ടിയിട്ട് നല്ല പോകുന്നുണ്ട്. മുടി വെട്ടിയിട്ട് വളരുമ്പോ റെഡിയാവും. അപ്പൊ നമ്മ ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. വിചാരിച്ചില്ല ഹോസ്പിറ്റലിൽ പോവണ്ട വരുമെന്ന്. എന്നാ നക്കണോടാ കണ്ടാ ഈ പട്ടി കിടന്നിട്ട് നമ്മളെ ഗേറ്റിനെ ഫ്രണ്ടിൽ കിടന്ന് ലാസ്റ്റ് ഓടിച്ചിട്ട് രണ്ടും തിരിഞ്ഞിരിക്കണ. അപ്പൊ നമ്മ അങ്ങോട്ട് പോട്ടെ ഗൈസ്, ഹോസ്പിറ്റലിലോട്ട്. ഗേറ്റ് അടക്കട്ടെ. ഡോക്ടർ അപ്പൊ കുഴപ്പമൊന്നുമില്ലാന്നാ പറഞ്ഞത്. മരുന്ന് വേങ്ങാൻ വേണ്ടി പോയിക്കണാണ് രണ്ടുപേരും കൂടെ. ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് പറ്റി നമ്മ ഇറങ്ങാൻ നേരത്താണെങ്കിലോ വരുമ്പോ നല്ല വെയിലായിരുന്നു. ചെറുതായിട്ട് മഴ പൊടിയാണ്. ഗൈസ്, നമ്മ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് മൈജിയിലോട്ട് വന്ന്. നമുക്ക് ഇഞ്ചക്ഷൻ കുക്കർ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. ഗ്യാസ് എല്ലാം ആർക്കാണ് നീ ടാറ്റ കൊടുക്കണം? റുവാച്ചി ആർക്കാണ് ടാറ്റ കൊടുക്കണം? ടാറ്റ കൊടുക്കണ ആയിരിക്കാണ്? ടാറ്റ ടാറ്റ പറ. ഈ സ്ഥലം അറിയോ? വാപ്പ മെമ്പർ നിൽക്കുന്ന ടൈമിൽ ഇവിടെ ആയിരുന്നു കുറെ നാള്. അറിയാ നിനക്ക്? അറിയാ. നിനക്ക് എങ്ങനെ അറിയാ? എങ്ങനെ അറിയാ? ബൈക്കാ? ബാബാ ഉമ്മ എടുത്തുണ്ടാവും. അപ്പൊക്ക് PS5 എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇടക്കിടക്ക് പറയും ഒരു ദിവസം എടുത്ത് കൊടുക്കും. ഭയങ്കര
നമുക്ക് അല്ലേ PS5 നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ കുക്കർ ഒരെണ്ണം സെറ്റാക്കി വെയിറ്റ് ചെയ്യണം അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട്. 1 day. മൈജിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് കടയിലത്തേക്കുള്ള പർച്ചേസ് ഉണ്ടായി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മ പിന്നെ മാർക്കറ്റിലോട്ട് വന്നിട്ടാ വേറെ കുറച്ച് പർച്ചേസ് ഇട്ട് അതിന് ലാസ്റ്റത്തെ പർച്ചേസ് ആണ്. ആണെങ്കിൽ അടങ്ങിയല്ലോ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മ വീട്ടിലെത്തി. വീട്ടിൽ വന്നപ്പോ അപ്പൂക്ക് ഇൻഡക്ഷൻ കുക്കർ അൺബോക്സ് ചെയ്യണം. അവിടുന്ന് വേറൊരു അവിടുന്ന് ചെന്നിട്ട് എയർ ഫ്രയർ എടുക്കാൻ ഒരേ വാശിയാണ്. എയർ ഫ്രയർ എടുക്കണം. കൊറേ നാളെ എന്നോട് പറഞ്ഞു ഒരു എയർ ഫ്രയർ വാങ്ങണം. പക്ഷെ അവിടെ ഉള്ളവർ തന്നെ പറയാണ് ഓവൻ ഉണ്ടെങ്കിൽ എയർ ഫ്രയറുടെ ആവശ്യമില്ലെന്ന്. ഓവൺ ഇല്ലാത്തവര് ചെറിയ റേറ്റിൽ വാങ്ങണമെങ്കിൽ എയർ ഫ്രയർ. നിനക്ക് രാവിലെ പാല് കാച്ചി നിനക്ക് സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം മേടിച്ചതാണ്. നിനക്ക് വേണ്ടി മാത്രം മേടിച്ചിട്ട് നിനക്ക് മേടിച്ചിട്ട് പന്ന വഴിക്കപ്പ അപ്പൂ ബിരിയാണിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മ ഊബറിനാ വന്നത് അവിടുന്ന് സാധനങ്ങളെല്ലാം ആയിട്ട് ഞാനും പിള്ളേരും. അപ്പു അന്ന വഴിക്ക് ബിരിയാണിയൊക്കെ മേടിച്ചിട്ടാ വന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് വേറൊക്കെ ഫുള്ളാണ് ഗൈസ്. ഹലോ ഹലോ ബജാജാണ് ബജാജില്ല. ഹലോ ടിവിന്റെ ഡിസ്പ്ലേ പോയിട്ട് നന്നാക്കാൻ ആൾക്കാര് വിളിച്ചു പറഞ്ഞിട്ട് എപ്പോഴാണോ വന്നത് നന്നാക്കാൻ. ഇതെല്ലാം യൂസ് ചെയ്യാന്നാ പറഞ്ഞത്. മറ്റേ ഇതില്ലേ അതിന്റെ വെക്കണ സാധനം അത് തന്നെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചട്ടിയും ഇതൊക്കെ വെക്കാന്നാ പറഞ്ഞത്. മറ്റേ മൺചട്ടിയും ഇതൊക്കെ. അതെന്ത് സാധനമാണ് അപ്പൊ? അവളുടെ ഉണ്ടല്ലോ ഒരെണ്ണം. അറിയണവരുടെ കമന്റ് ഗൈസ്. ഇതെന്താ സംഭവം? ഗ്യാസ് ഇല്ലാത്തവർക്ക് ഉപകാരമാണ്. പക്ഷെ കറണ്ട് ബില്ല് കൂടുന്നുള്ളൂ. കറണ്ട് ബില്ല് നീ അടക്കുന്നു. സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. ഇതേ പപ്പടം കുത്തിയല്ല. ഹലോ അതൽഫാം ഉണ്ടാക്കണത് ഇല്ലല്ല. നിനക്ക് രാവിലെ പാൽ കാച്ചൻ ഇപ്പൊ നാളെ ആയിട്ട് നമ്മള് ഇപ്പൊ രാവിലെ വെച്ച ഗ്യാസ് കൊണ്ടുപോകല കടയിലോട്ട്. അപ്പൊ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. പക്ഷെ ഇതുണ്ടെങ്കിലല്ലേ നമ്മുടെ ഗ്യാസ് അവിടെ വെറുതെ ഇരിക്കും. പിന്നെ ഗ്യാസ് മേടിക്കലും ഉണ്ടാവില്ല, അത് യൂസ് ചെയ്യലും ഉണ്ടാവില്ല. ഞാനിത് മേടിക്കാൻ കാരണം രാവിലെ പിള്ളേർക്ക് പാലാച്ചാലൊന്നുമില്ല. പാലില്ല പിള്ളേർക്ക് സാധനം തരില്ല ഇവള്. അപ്പൊ നമുക്കിതൊരു ഇതാക്കിയെടുത്ത് എന്താ ഇനി ഗ്യാസ് മേടിക്കണം. നമുക്ക് സിലിണ്ടർ കറണ്ട് ബില്ല് ഈ പ്രാവശ്യം എങ്ങനെയാണ് നോക്കട്ടെ. എന്നിട്ട് മേടിക്ക ഗ്യാസ്. ഗ്യാസിന്റെ അതേ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം എല്ലാം ചെയ്യാന്നെല്ലാരും പറഞ്ഞു. എല്ലാം വെക്കാന്ന് പറഞ്ഞ മൺചട്ടി ചോറ് വെക്കണ എല്ലാ സാധനവും വെക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ആ സംഭവം എന്തിനാന്നാ നമുക്ക് ചിക്കനൊക്കെ പാത്രം ഇല്ലാണ്ട് അതിന്റെ പൊക്കത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ ചോദിച്ചവനോട് ഗ്രില്ല് ചെയ്യാൻ പറ്റും. ഫിഷും വെക്ക ചിക്കനും വെക്ക. വലിയ ഫിഷൊക്കെ വാങ്ങുമ്പോ ഇല്ലേ അതേപടി വെച്ചിട്ട് അത്രയും സൈസുള്ള ഫിഷ് പറഞ്ഞോ. ഞാൻ ചോദിച്ചവനോട് എല്ലാം ഡീറ്റെയിൽസ് അവളാ ചോദിച്ചോ. ഇപ്പൊ മറൈൻ മൈജി അടിപൊളിയാക്കിയിട്ടുണ്ട് അല്ലേ. സെറ്റപ്പ് ഫുള്ള് സെറ്റപ്പ് മൈജി. കസ്റ്റമർ സർവീസ് ആണെങ്കിലും അടിപൊളിയാണ് അവിടുത്തെ. പിള്ളേരായിട്ട് വന്നാരണം പുറത്ത് വരെ കൊണ്ടുവന്ന് തന്നത് അവര് ബിഹേവ് ചെയ്യണതായാലും എല്ലാ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് അവിടുത്തെ. നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നിക്കണ
നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കും ഗൈസ്. കാരണം മാർക്കറ്റിൽ നമ്മ ശരിക്കും അവിടെ ചെന്നപ്പോ നമ്മ ഇന്നലെ നോക്കിയായിരുന്നു പോയപ്പോ, പക്ഷെ അതിന് ഗ്യാരണ്ടി ഒന്നും ഇല്ല. പിന്നെ അങ്ങനെ മൈജി കയറാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കേറിയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് മെഡിസിൻ ചില ഒരു സാധനം കൂടെ ഉണ്ടാവുന്ന എയർ ഫ്രയർ. പക്ഷെ അത് സമ്മതിച്ച് നമ്മ വാങ്ങാൻ വേണ്ടി പോയി. ലാസ്റ്റ് ആയപ്പോ അവൻ കൂടെ പറഞ്ഞപ്പോ അവനങ്ങനെ പറഞ്ഞപ്പോ മനസ്സ് ചത്ത്. അല്ല അവൻ നമ്മളോട് ഓവൻ ഉണ്ടാകാൻ ചോദിച്ചത്. ഓവണിന് പകരം ആൾക്കാർ റേറ്റ് കുറച്ച് മേടിക്കണ സാധനമാണ് എയർ ഫ്രയർ. അങ്ങനെ പറഞ്ഞപ്പോ വിചാരിച്ചു എന്തായാലും ഓവൺ ഉണ്ടല്ലോ, പിന്നെ ഞാൻ മേടിച്ചിട്ടെന്ന് വിചാരിച്ചു. ഓയിൽ ഇല്ലാണ്ട് ഡയറ്റ് ഉള്ളവർക്ക് ഓയിൽ ഇല്ലാണ്ട് ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഓവണിലും ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കും, കിടന്നുറങ്ങും. കാരണം രാവിലെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. ഇപ്പൊ മാർക്കറ്റിലേക്ക് കറങ്ങി നടന്നാറ ടയേർഡാണ്. നമ്മ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, കിടന്നുറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് ഇൻജക്ഷൻ കുക്കറിൽ പരീക്ഷിക്കാനാണ് വെള്ളം തിളപ്പിക്കാൻ. ഞാൻ ഓൾറെഡി രാത്രിത്തേക്ക് പരിപ്പും ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്യാസിലാണ് വെച്ചത്. അപ്പൊ പുറത്ത് വെക്കണ ഞാൻ ചപ്പ് വന്നിട്ട് ഇതാക്കാം വല്ല കാര്യം ഉണ്ടാക്കി അടിച്ചിട്ട് എന്തിനാണ് വെറുതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് പരിപ്പ് താളിക്കണം, ചപ്പാത്തി ചുടണം, അല്ലെങ്കിൽ ഭൂരി ഉണ്ട്, ഭൂരി എങ്ങാനും പൊരിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതായിട്ട് തന്നെ സ്റ്റേ ട്യൂൺ. ബൈ.